ബാഴ്സലോണയുടെ സീനിയർ ടീമിനായുള്ള ആവേശകരമായ അരങ്ങേറ്റത്തിനു ശേഷം ലയണൽ മെസ്സി അടുത്ത ഏതാനും മാസങ്ങളിൽ കൂടുതലും ബാഴ്സലോണ ബി ടീമിനു വേണ്ടിയാണ് കളിച്ചത്. എങ്കിലും അവന്റെ കണ്ണുകളും മനസ്സിന്റെ മുഴുവൻ ശ്രദ്ധയും എപ്പോഴും സീനിയർ ടീമിന്റെ കളിക്കളത്തിൽ തന്നെയായിരുന്നു. വെറും ഏതാനും മിനിറ്റുകൾ മാത്രം കളിച്ചാൽ പോരാ, യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമിനായി ഒരു ഗോൾ നേടുക എന്ന ചരിത്ര നിമിഷത്തിനായി അവൻ ശ്വാസമടക്കി കാത്തിരുന്നു. അത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഓരോ പരിശീലനത്തിലും ഓരോ ബി ടീം മത്സരത്തിലും അവൻ ലക്ഷ്യം വെച്ചത് ആ ഒരൊറ്റ നിമിഷമായിരുന്നു. ആ ചെറിയ കാലുകൾക്ക് ഒരു വലിയ കഥ എഴുതി ചേർക്കാൻ വിധിയുണ്ടായിരുന്നു. അങ്ങനെ ആ ചരിത്ര നിമിഷം വന്നെത്തി. 2005 മെയ് 1 FC ബാഴ്സലോണയും അൽബാസെറ്റ് ടീമും തമ്മിലുള്ള മത്സരം നടന്നു. കളി അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നപ്പോൾ ബാഴ്സലോണ വിജയം ഉറപ്പിച്ചെങ്കിലും സ്റ്റേഡിയത്തിലെ ആയിരക്കണക്കിന് കാണികളും ക്ലബ്ബ് അധികൃതരും ആകാംക്ഷയിലായിരുന്നു. ഇന്ന് ലിയോ മെസ്സിയെ കളിപ്പിക്കുമോ? മത്സരം 88-ാം മിനിറ്റിലെത്തിയപ്പോൾ കോച്ച് ഫ്രാങ്ക് റൈക്കാർഡ് യുവതാരമായ ലയണൽ മെസ്സിയെ വിളിച്ചു. അവസരം അവനെ തേടിയെത്തി. ആ വിളി കേട്ടപ്പോൾ അവന്റെ മനസ്സിലൂടെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച സന്തോഷമായിരുന്നു. ലിയോ പതിവ് പോലെ ലജ്ജാശീലത്തോടെ, എന്നാൽ ആ ലക്ഷ്യത്തിൽ ഒട്ടും സംശയമില്ലാത്ത ദൃഢനിശ്ചയത്തോടെ പിച്ചിലേക്ക് പ്രവേശിച്ചു. അവന്റെ മുഖത്ത് ആ നിമിഷത്തിന്റെ ഗൗരവം വ്യക്തമായിരുന്നു. മൈതാനത്തേക്ക് കാലുകുത്തിയ മിനിറ്റുകൾക്കകം തന്നെ ലിയോയുടെ മാന്ത്രികത കളിക്കളത്തിൽ കണ്ടു. സീനിയർ ടീമിലെ അവന്റെ ആദ്യത്തെ ഗോൾ ശ്രമം. അവന് ശക്തിയും പ്രചോദനവും ഏകുന്ന ബ്രസീലിയൻ മാന്ത്രികൻ റൊണാൾഡീഞ്ഞോ അവിടെയുണ്ടായിരുന്നു. അവൻ പന്തിലൂടെ ഒരു മായാജാലം തീർത്തു. ലിയോയുടെ കാലുകളിലേക്ക് പന്തെത്തിച്ചു. റൊണാൾഡീഞ്ഞോയുടെ ഒരു മികച്ച പാസ് സ്വീകരിച്ച ലിയോ ഒരു നിമിഷം പോലും പാഴാക്കാതെ പന്ത് ഗോൾ കീപ്പറിന് മുകളിലൂടെ വലയിലേക്ക് തൊടുത്തുവിട്ടു. പന്ത് വലയിൽ കയറി. എന്നാൽ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. സൈഡ് ലൈനിലെ റഫറി ഓഫ്സൈഡ് വിധിച്ച് ഗോൾ നിഷേധിച്ചു. ലിയോയുടെ മുഖം വാടി. ആ ചെറിയ രൂപത്തിൽ നിരാശയുടെ ഭാരം നിഴലിച്ചു. ചരിത്ര നിമിഷം കൈവിട്ടുപോയതിലുള്ള വേദന അവന്റെ ഓരോ ഭാവത്തിലും പ്രകടമായിരുന്നു. എന്നാൽ ആ വേദനയിൽ അവൻ തളർന്നില്ല. ഫുട്ബോൾ ദൈവം അവന്റെ പരിശ്രമം വെറുതെയാകാൻ അനുവദിക്കാനായില്ല. അവനുവേണ്ടി വീണ്ടും അവസരമൊരുക്കി. വെറും 2 മിനിറ്റിന് ശേഷം അതേ മായാജാലം, അതേ കൂട്ടുകെട്ട്. അത് വീണ്ടും ആവർത്തിച്ചു. റൊണാൾഡീഞ്ഞോ തന്റെ മാന്ത്രികമായ കാലുകൾ കൊണ്ട് പ്രതിരോധ നിരയെ കീറിമുറിച്ച് ലിയോയിലേക്ക് ഒരു മികച്ച പാസ് നീട്ടി. ഇത്തവണ ലിയോയുടെ കണ്ണുകൾ ഗോൾ കീപ്പറെ കൃത്യമായി കാണുകയായിരുന്നു. അവന്റെ മനസ്സിൽ ഒരു സംശയവുമുണ്ടായിരുന്നില്ല. അവൻ ഒട്ടും താമസിച്ചില്ല. ആദ്യ ശ്രമം പോലെ തന്നെ അതിലും കൃത്യതയോടെ പന്ത് വലയിലേക്ക് ചിപ്പ് ചെയ്ത് ചിപ്പ് ഷോട്ട് വിട്ടു. ഇത്തവണ പന്ത് വലയിൽ. റഫറി ഇത്തവണ കൊടി പൊക്കിയില്ല. ഗോൾ! സ്റ്റേഡിയം ആർത്തലച്ചു. ആ വിസ്മയ ഗോൾ പിറന്നതോടെ കാണികൾ ആവേശത്തിന്റെ കൊടുമുടിയിലായി. വെറും 17 വയസ്സും 10 മാസവും 7 ദിവസവും മാത്രം പ്രായമുള്ള ലിയോ ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ വേട്ടക്കാരനായി മാറി. റൊണാൾഡീഞ്ഞോ, ആ ലോക സൂപ്പർ താരം, സന്തോഷം അടക്കാനാവാതെ ഓടിവന്ന് ആ കൊച്ചുകുട്ടിയെ തന്റെ തോളിലേറ്റിയെടുത്തു. അതൊരു ഗോൾ മാത്രമല്ലായിരുന്നു. ബാഴ്സലോണയുടെ സുവർണ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു അത്. റൊസാരിയോയിലെ പ്രതിസന്ധികൾ മറികടന്നു വന്ന ആ കുട്ടിയുടെ സ്വപ്നം യൂറോപ്പിന്റെ മൈതാനങ്ങളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. മെസ്സിയുടെ കരിയറിലെ വഴിത്തിരിവ്. പെപ് ഗ്വാർഡിയോളയുടെ വരവ്. ലോകം കണ്ട പുതിയ തന്ത്രം, ഫാൾസ് 9. ഫലം അടുത്തറിയാം. ചരിത്രത്തിൽ ആദ്യമായി ട്രബിൾ നേടിയ മാന്ത്രികം. അധ്യായം 11. ഈ സുവർണയുഗത്തിന്റെ കഥകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.